അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ഞണ്ട് റോസ്റ്റ്, നാടൻ രീതിയിലുള്ള ഞണ്ട് റോസ്റ്റ്. അപ്പം അതിന് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നു. ഇത് കിട്ടും. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തു. ഇനി ഒരു പച്ചമുളക്, 2 പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. പച്ചമുളക് ചേർത്തുകൊണ്ട് ഇവിടെ ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച്. ഇനി അതിൻ്റെ കുറച്ച് മല്ലിപ്പൊടി. ഇനി മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, അതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കൂടി നമുക്ക് ഒഴിച്ച് വേണമെങ്കിൽ ഇതിന്റെ കാലൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒടിച്ചൊന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനതൊന്നും ചെയ്തില്ല. ഇനി നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. പുളി കുറവായിട്ട് ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു. കാരണം ഇവിടുത്തെ തക്കാളിക്ക് ഇച്ചിരി പുളി കുറവാ. അതുകൊണ്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നു ലാസ്റ്റ്. എരിവ് കുറച്ചാണ് ചേർത്തത്, പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി. എരിവ് വേണേൽ കൂട്ടി ചേർക്കാവുന്നതാണ്. ഇത് പിന്നെ ചാറോട് കൂടിയോ അല്ലെങ്കിൽ നന്നായിട്ട് പറ്റിച്ച് എടുക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇച്ചിരി ചാറോട്ട് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.